പ്രധാന വാർത്തകൾ. VCV പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് Your choice of furniture world. Quality Global Furniture. Quality Global Tower, Perindalmanna Road, Valancheri. Royal Travels, Perindalmanna Road, Valancheri. Phone 0494 326 2215 9142 078312 9495 511277. കണ്ണൂരിൽ മുഖ്യമന്ത്രിക്ക് നേരെയുണ്ടായ അക്രമ സംഭവങ്ങളിൽ പ്രതിഷേധിച്ച് വളാഞ്ചേരിയിൽ UDF പ്രവർത്തകർ പ്രതിഷേധ പ്രകടനം നടത്തി. ദുരൂഹ സാഹചര്യത്തിൽ മധ്യവയസ്കയെ കിണറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. പട്ടാമ്പിക്കടുത്ത് ഓങ്ങല്ലൂരിലാണ് സംഭവം. തൃശൂർ സ്വദേശിനി ശാരദ എന്ന സ്ത്രീയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. വലിയകുന്നിലെ മാവേലി സ്റ്റോർ പൂട്ടി. 3 വർഷം മുൻപ് ഇരുമ്പിളിയം ഗ്രാമപഞ്ചായത്തിൽ പ്രവർത്തനം ആരംഭിച്ച മാവേലി സ്റ്റോറാണ് വാടക കരാർ സംബന്ധിച്ച പ്രശ്നത്തിലകപ്പെട്ട് പൂട്ടിയത്. പട്ടാമ്പി ടൗണിൽ 1 മാസത്തിനകം സമ്പൂർണ്ണ ട്രാഫിക് പരിഷ്കരണം നടപ്പാക്കും. തിങ്കളാഴ്ച ചേർന്ന ട്രാഫിക് സബ് കമ്മിറ്റി യോഗത്തിലാണ് ഇത് സംബന്ധിച്ച തീരുമാനമുണ്ടായത്. കണ്ണൂരിൽ മുഖ്യമന്ത്രിക്ക് നേരെയുണ്ടായ ആക്രമണത്തിൽ പ്രതിഷേധിച്ച് വളാഞ്ചേരിയിൽ UDF പ്രവർത്തകർ പ്രതിഷേധ പ്രകടനം നടത്തി. കണ്ണൂരിൽ മുഖ്യമന്ത്രിക്ക് നേരെയുണ്ടായ കല്ലേറിൽ പ്രതിഷേധിച്ച് UDF പ്രവർത്തകർ വളാഞ്ചേരിയിൽ പ്രതിഷേധ പ്രകടനവും യോഗവും നടത്തി. കഴിഞ്ഞ ദിവസം വളാഞ്ചേരിയിൽ കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധ പ്രകടനം നടത്തിയിരുന്നു. എന്നാൽ കോൺഗ്രസും ലീഗും സംയുക്തമായാണ് തിങ്കളാഴ്ച പ്രതിഷേധ പ്രകടനം നടത്തിയത്. പ്രതിഷേധ പ്രകടനത്തിന് CH അബു യൂസഫ് ഗുരുക്കൾ, KM അബ്ദുൽ ഗഫൂർ, അഷറഫ് അമ്പലത്തിങ്കൽ, ശരി അസൈനാർ, KV ഉണ്ണികൃഷ്ണൻ, V രാജേഷ്, C അബ്ദുൽ നാസർ, U യൂസഫ്, TK ആബിദ് അലി, K മുസ്തഫ മാസ്റ്റർ, നീറ്റുകാട്ടിൽ മുഹമ്മദ് അലി, C ദാവൂദ്, CM റിയാസ്, വിനു പുല്ലാനൂർ തുടങ്ങിയവർ നേതൃത്വം നൽകി. പ്രകടനത്തിനു ശേഷം ചേർന്ന പ്രതിഷേധ യോഗം CH അബു യൂസഫ് ഗുരുക്കൾ ഉദ്ഘാടനം ചെയ്തു. ശരി അസൈനാറുടെ അധ്യക്ഷതയിലാണ് യോഗം ചേർന്നത്. ഉമ്മൻചാണ്ടിക്കെതിരെയുണ്ടായ ആക്രമണത്തിൽ പട്ടാമ്പിയിൽ ഒറ്റയാൾ പ്രതിഷേധം. കറുത്ത തുണി കൊണ്ട് വായ്മൂടി കെട്ടി സ്കൂട്ടറിൽ സഞ്ചരിച്ചായിരുന്നു പ്രതിഷേധം. പട്ടാമ്പിയിലെ പഴയകാല കോൺഗ്രസ് പ്രവർത്തകനും ഉമ്മൻചാണ്ടിയുമായി അടുത്ത ബന്ധമുണ്ടായിരുന്ന ആളുമായ ഇംഗ്ലീസ്മാനാണ് തന്റെ പ്രിയ നേതാവിന് നേരെയുണ്ടായ ആക്രമണത്തിനെതിരെ ഒറ്റയാൾ പ്രതിഷേധവുമായി രംഗത്തു വന്നത്. കറുത്ത തുണി കൊണ്ട് വായ്മൂടിക്കെട്ടി സ്കൂട്ടറിൽ ഉമ്മൻചാണ്ടിയുടെ പോസ്റ്ററും പതിച്ചായിരുന്നു പ്രതിഷേധം. കോൺഗ്രസിലെ ഗ്രൂപ്പിസവും കെട്ടുറപ്പില്ലായ്മയുമാണ് ഉമ്മൻചാണ്ടിക്കെതിരായ പ്രതിഷേധം അക്രമം വരെ എത്തുവാൻ കാരണമെന്ന് ഇദ്ദേഹം പറഞ്ഞു. കോൺഗ്രസിലെ ഒരു വിഭാഗം ഇപ്പോഴും ഇതിനെതിരെ വേണ്ട രീതിയിൽ രംഗത്തിറങ്ങിയിട്ടില്ലെന്നും അതുകൊണ്ടാണ് തന്നെ പോലുള്ളവർക്ക് ഒറ്റയാൾ പ്രതിഷേധവുമായി ഇറങ്ങേണ്ടി വരുന്നതെന്നും ഇംഗ്ലീസ്മാൻ പറഞ്ഞു. അതായത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ ഏറ്റവും ജനകീയനായ ഒരു നേതാവാണ് ഉമ്മൻചാണ്ടി. ആ ചാണ്ടിക്കെതിരെ പ്രതിപക്ഷം ഒത്തു കളിക്കുന്നത് പോലെ കോൺഗ്രസിലൊരു വിഭാഗം ചക്കളത്തി പോര് നടത്തുന്നു. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ സഞ്ചാര സ്വാതന്ത്ര്യം തടയുന്ന LDFന്റെ നയങ്ങളെ പ്രതിരോധിക്കാൻ ആന്തരമുള്ള കോൺഗ്രസ്സുകാരുണ്ടോയെന്ന് എൻ്റെ ചോദ്യം. ഉണ്ടെങ്കിൽ അവർ മുഖ്യമന്ത്രിയെയും കോൺഗ്രസിനെയും സംരക്ഷിക്കാൻ രംഗത്തിറങ്ങണം. ഇതിൽ അത് കോൺഗ്രസിലൊരു വിഭാഗത്തിന് ഒരു മനസാക്ഷിയുള്ള ഒരു പ്രവർത്തനം അവരുടെ ഭാഗത്തില്ലാത്തതിൻ്റെ പേരിലാണ് ഞാൻ ഇങ്ങനെ ഒരു നിരാശനായ കോൺഗ്രസ്സുകാരെന്നുള്ളതൊക്കെ ഒറ്റയാൻ സമരത്തിന് ഇറങ്ങിയിട്ടുള്ളത്. കോൺഗ്രസ്സുകാരിൽ നല്ലൊരു വിഭാഗം കോൺഗ്രസ്സുകാർ നിസ്സംഗത പുലർത്തുന്നു. അതായത് അവർക്ക് ഒരു താല്പര്യം പോരാ. കാരണം ഉണ്ടെങ്കിൽ ഇത് കാണില്ലല്ലോ. കേരളത്തിൽ ഇത്രയും പ്രതിഷേധം ഒരു മുഖ്യമന്ത്രിക്കെതിരെ, കോൺഗ്രസിലെ ഏറ്റവും വലിയൊരു ജനകീയ നേതാവിനെതിരെ ഒരു പ്രതിഷേധം വന്നിട്ട് കോൺഗ്രസ്സുകാർ വെറുതെ ഇറങ്ങി ഒരു ജാഥ വിളിച്ചു എന്നല്ല കോൺഗ്രസ്സുകാർ എന്താ അവിടെ പ്രതിഷേധിച്ചിട്ടുള്ളത്. അപ്പം മാർക്സിസ്റ്റ് പാർട്ടിയോളം തുല്യമാണ് കസേര കിട്ടാത്തൊരു വിഭാഗം കോൺഗ്രസ്സുകാർക്ക് ഇതിൽ പങ്കിട്ടെന്നാണ് എൻ്റെ അഭിപ്രായം. തേങ്ങയുടെയും വെളിച്ചെണ്ണയുടെയും വില വീണ്ടും ഉയർന്നു. കഴിഞ്ഞ 2 മാസങ്ങളിലായി 10-15 രൂപയുടെ വർധനവാണ് വിലയിലുണ്ടായത്. കാലാവസ്ഥാ വ്യതിയാനം മൂലം ഉൽപാദനത്തിലുണ്ടായ കുറവും ഡിമാൻഡ് വർദ്ധിച്ചതുമാണ് വില കൂടുവാൻ കാരണം. തേങ്ങയുടെയും വെളിച്ചെണ്ണയുടെയും വില കുതിച്ചുയർന്നു. കഴിഞ്ഞ 2 മാസത്തിനിടെ 10 മുതൽ 15 രൂപയുടെ വരെ വർധനവാണ് ഉണ്ടായിരിക്കുന്നത്. കാലാവസ്ഥാ വ്യതിയാനം മൂലം ഉൽപാദനത്തിലുണ്ടായ കുറവും ഡിമാൻഡ് വർദ്ധിച്ചതുമാണ് വില കൂടാൻ കാരണം. ഹോൾസെയിൽ മാർക്കറ്റ് കിലോയ്ക്ക് 25 രൂപ മുതൽ 27 രൂപ വരെ വിലയുള്ള തേങ്ങയ്ക്ക് റീറ്റെയിൽ എത്തുമ്പോൾ 35 രൂപ വരെയാണ് വില. 17 രൂപയായിരുന്ന തേങ്ങ വിലയാണ് കഴിഞ്ഞ 2 മാസത്തിനിടെ ഇരട്ടിയായിരിക്കുന്നത്. തമിഴ്നാട് ഉൾപ്പെടെയുള്ള ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലുണ്ടായ കാലാവസ്ഥാ വ്യതിയാനം ഉൽപാദനം കുറയാൻ കാരണമായിട്ടുണ്ട്. കേരളത്തിന്റെ വടക്കൻ ജില്ലകളിൽ നിന്ന് കർണാടകം വൻതോതിൽ പച്ചത്തേങ്ങ സംഭരിക്കുന്നതും കേരളത്തിൽ വില വർധനവിന് ഇടയാക്കിയിട്ടുണ്ട്.
അതേസമയം കേര കർഷകർക്ക് വില വർധന ആശ്വാസമായിട്ടുണ്ടെങ്കിലും ഉൽപാദനം കുറഞ്ഞത് കാര്യമായ ലാഭം നൽകിയിട്ടില്ലെന്നതാണ് വാസ്തവം. കഴിഞ്ഞ ഒരു മാസത്തിനിടെ 20 രൂപയുടെ വർധനവാണ് വെളിച്ചെണ്ണയ്ക്കുണ്ടായത്. ഗൾഫ് രാജ്യങ്ങളിലേക്ക് മാത്രമായിരുന്ന പച്ചത്തേങ്ങ കയറ്റുമതി ഏഷ്യൻ, യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് കൂടി വ്യാപിപ്പിച്ചതും നിലവിൽ വിലവർധനയ്ക്കുള്ള കാരണങ്ങളായി പറയപ്പെടുന്നു. അതേസമയം ഇടനിലക്കാരുടെ എണ്ണം കൂടുന്നതാണ് ചില്ലറ വ്യാപാര മേഖലയിലെ വില ഉയരാൻ കാരണമെന്ന് നാളികേര വികസന ബോർഡ് അറിയിച്ചു. ദുരൂഹ സാഹചര്യത്തിൽ മധ്യവയസ്കയെ കിണറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. പട്ടാമ്പിക്കടുത്ത് ഓങ്ങല്ലൂരിലാണ് സംഭവം. തൃശൂർ സ്വദേശിനി ശാരദ എന്ന സ്ത്രീയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. പട്ടാമ്പിക്കടുത്ത് ഓങ്ങല്ലൂരിലാണ് ദുരൂഹ സാഹചര്യത്തിൽ മധ്യവയസ്കയെ കിണറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. വീട്ടിൽ ഒറ്റയ്ക്ക് താമസിച്ചു വരികയായിരുന്നു ശാരദ. 57 വയസ്സുണ്ട്. മൃതദേഹത്തിന് 4 ദിവസത്തോളം പഴക്കമുണ്ട്. പട്ടാമ്പി പോലീസ് സ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിച്ചു. സംഭവത്തിൽ ദുരൂഹതയുള്ളതായാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. തൃശൂർ സ്വദേശിനിയാണ് മരിച്ച സ്ത്രീ. പോസ്റ്റ്മോർട്ടത്തിനു ശേഷമേ കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകൂ എന്ന് പോലീസ് പറഞ്ഞു. പട്ടാമ്പി നഗരത്തിൽ ഗതാഗത നിയന്ത്രണം സിഗ്നൽ ലൈറ്റുകളിലേക്ക് മാറി. നിരത്തുകളിൽ സ്ഥാപിച്ച സിഗ്നൽ ലൈറ്റുകളുടെ ഉദ്ഘാടനം CP മുഹമ്മദ് MLA നിർവഹിച്ചു. പട്ടാമ്പി നഗരത്തിലെ ഗതാഗത നിയന്ത്രണം സിഗ്നൽ ലൈറ്റുകളിലേക്ക് മാറി. നഗരത്തിൽ സ്ഥാപിച്ച സിഗ്നൽ ലൈറ്റുകളുടെ ഉദ്ഘാടനം CP മുഹമ്മദ് MLA നിർവഹിച്ചു. പട്ടാമ്പി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KP പാപ്പുട്ടി, EP ഷാജി, CAMA കരീം തുടങ്ങിയവർ പങ്കെടുത്തു. നഗരത്തിൽ ഗുരുവായൂർ റോഡ് ജംഗ്ഷൻ, മേലെ പട്ടാമ്പി ജംഗ്ഷൻ, ചെറുപ്പളശ്ശേരി റോഡ് ജംഗ്ഷനുകൾ എന്നിവിടങ്ങളിലാണ് സിഗ്നൽ ലൈറ്റുകൾ സ്ഥാപിച്ചിട്ടുള്ളത്. ഈ ട്രാഫിക് സംവിധാനം കൊണ്ട് ട്രാഫിക് ബ്ലോക്ക് അധികം ഉണ്ടാവാതെ ശ്രദ്ധിക്കണം. ഏത് ദിശയിലേക്കാണോ കൂടുതൽ വാഹനങ്ങൾ വരുന്നത് അതിനനുസരിച്ച് ഇതിൻ്റെ ടൈമിങ് ക്ലിപ്തപ്പെടുത്തണം എന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത്. പട്ടാമ്പിയിലെ ഗതാഗതക്കുരുക്ക് ഒഴിവാക്കാൻ വേണ്ടി ഇന്ന് ട്രാഫിക് യോഗം ചേർന്ന് ചില തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട്. 1 മാസത്തിനുള്ളിൽ സമ്പൂർണ്ണമായൊരു ട്രാഫിക് പരിഷ്കരണം അതിൻ്റെ സബ് കമ്മിറ്റി യോഗം ചേർന്ന് തീരുമാനമെടുക്കുന്നതാണ്. പട്ടാമ്പി ടൗണിൽ 1 മാസത്തിനകം സമ്പൂർണ്ണ ട്രാഫിക് പരിഷ്കരണം നടപ്പാകും. തിങ്കളാഴ്ച ചേർന്ന ട്രാഫിക് സബ് കമ്മിറ്റി യോഗത്തിലാണ് ഇതു സംബന്ധിച്ച തീരുമാനമുണ്ടായത്. CP മുഹമ്മദ് MLAയുടെ അധ്യക്ഷതയിലാണ് പട്ടാമ്പിയിൽ ട്രാഫിക് സബ് കമ്മിറ്റി യോഗം ചേർന്നത്. നഗരത്തിൽ നടപ്പാക്കേണ്ട പുതിയ പരിഷ്കാരങ്ങളെപ്പറ്റി ആലോചിക്കുന്നതിനായിരുന്നു യോഗം ചേർന്നത്. നഗരത്തിലെ ചില ബസ് സ്റ്റോപ്പുകൾ പുനർനിർമ്മിക്കുവാനും ടെമ്പോ ടാക്സി പാർക്കിംഗിലും ചില മാറ്റങ്ങൾ വരുത്തുവാനും യോഗത്തിൽ നിർദ്ദേശമുയർന്നു. നേരത്തെ ഉപേക്ഷിച്ച ബൈപ്പാസ് പദ്ധതിയായ നീളാതീരം റോഡ് KSTP ഏറ്റെടുക്കണമെന്ന ആവശ്യവും ബിവറേജ് കോർപ്പറേഷന്റെ മദ്യവിൽപ്പനശാല ടൗണിൽ നിന്നും മാറ്റണമെന്നും യോഗത്തിൽ ആവശ്യമുയർന്നു. ട്രാഫിക് സിഗ്നൽ സംവിധാനം കൂടി നഗരത്തിൽ നടപ്പായതോടെ 1 മാസത്തിനുള്ളിൽ സമ്പൂർണ്ണ ഗതാഗത പരിഷ്കരണം നടപ്പാക്കാനാണ് തീരുമാനം. പട്ടാമ്പി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KP പാപ്പുട്ടി, പട്ടാമ്പി സർക്കിൾ ഇൻസ്പെക്ടർ സണ്ണി ചക്കോ, മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ, PWD, KSEB, വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥർ, ജനപ്രതിനിധികൾ, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ, തൊഴിലാളി സംഘടനാ പ്രതിനിധികൾ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു. മണൽ നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട് തദ്ദേശ സ്ഥാപന പ്രതിനിധികളുടെ യോഗം ചൊവ്വാഴ്ച സമ്മേളന ഹാളിൽ ചേരും. പ്രതിനിധികൾ നിർബന്ധമായും യോഗത്തിൽ പങ്കെടുക്കണമെന്ന് ജില്ലാ കലക്ടർ അറിയിച്ചു. ഒരിടവേള. മനം മയക്കും നിറങ്ങളോടുള്ള നിങ്ങളുടെ ഇഷ്ടം മനസ്സിലാക്കി ഇഷ്ടം വെഡ്ഡിംഗ് സെന്റർ നിങ്ങൾക്കായി ഒരുക്കുന്നു വെഡ്ഡിംഗ് കളക്ഷനുകളുടെയും ഫാൻസി ആൻഡ് ഫുട്വെയറുകളുടെയും ഏറ്റവും വിപുലമായ ശ്രേണി. ഓരോ 200 രൂപയുടെ പർച്ചേസിനും സമ്മാന കൂപ്പൺ. ഇന്ന് തന്നെ സന്ദർശിക്കൂ ഇഷ്ടം വെഡ്ഡിംഗ് സെന്റർ. ഫാൻസി ഫുട്വെയർ, ഗിഫ്റ്റ് ആൻഡ് ടോയ്സ്, പട്ടാമ്പി റോഡ്, വലിയകുന്ന്. വിസ സർവീസിംഗ്, റിക്രൂട്ട്മെന്റ് എന്നീ സേവനങ്ങളിൽ പ്രമുഖരായ റോയൽ ട്രാവൽസിന്റെ 25ാമത് ശാഖ വളാഞ്ചേരിയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. റോയൽ ട്രാവൽസ്, പെരിന്തൽമണ്ണ റോഡ്, വളാഞ്ചേരി. ഫോൺ 0494 326 2215 9142 078312 9495 511 277. ശുചിത്വപൂർണമായുള്ള ഭവനങ്ങളുടെ അകത്തളം ഒരുക്കാൻ ഗ്രാനൈറ്റ്സ്, മാർബിൾസ്, വെട്രിഫൈഡ് ടൈൽസ്, സെറാമിക് ടൈൽസ് തുടങ്ങി നിങ്ങൾക്ക് തിരഞ്ഞെടുക്കുവാൻ ജില്ലയിലെ ഏറ്റവും വലിയ ഷോറൂം താജ് മാർബിൾസ് ആൻഡ് ഗ്രാനൈറ്റ്സ്, നാഷണൽ ഹൈവേ, കരിപ്പോൾ, വെട്ടിച്ചിറ. ഫോൺ 0494 261 5072. മൊബൈൽ 9605127055 9609731000. ട്രാവൽ സേവന രംഗത്ത് 4 നൂറ്റാണ്ടിലെ പരിചയസമ്പന്നരുടെ സംഘവുമായി റിയൽ ഹിൻഡ് ട്രാവൽസ് ആൻഡ് ടൂർസ് ഇൻ അസോസിയേഷൻ വിത്ത് UAE വിസിറ്റിംഗ് വിസ 24 മണിക്കൂറിനുള്ളിൽ ലഭിക്കുന്നു. കൂടാതെ ഖത്തർ, സൗദി, ഒമാൻ, കുവൈറ്റ്, മലേഷ്യ, സിംഗപ്പൂർ, ബ്രുണായ്,
എന്നിവിടങ്ങളിലേക്കുള്ള വിസിറ്റിംഗ് വിസകൾ തുടങ്ങി വിദേശ സംബന്ധമായ എല്ലാവിധ യാത്രാരേഖകളും കൃത്യതയോടെ നിങ്ങൾക്ക് ലഭിക്കാൻ റിയൽ ഹിന്റ് Travel and Tours in association with Air Travels Enterprises India Limited, near Village Office, Central Bazaar, Valancheri. City Choice. Welcome to the Valancheri's most preferred Home Bazaar Supermarket. City Choice, Home Bazaar Supermarket, Calicut Road, Valancheri. The biggest IT campus in Malabar. Presentation Infotech. ജോലി ഉറപ്പു നൽകുന്ന കോഴ്സുകൾ ഹാർഡ്വെയർ നെറ്റ്വർക്കിംഗ് ആൻഡ് ലാപ്ടോപ്പ് എഞ്ചിനീയറിംഗ്, അക്കൗണ്ടിംഗ്, CTTC കോഴ്സുകൾക്ക് പുറമെ ഗ്രാഫിക് ഡിസൈനിംഗ്, ഫാഷൻ ഡിസൈനിംഗ് കോഴ്സുകളും. ഈ ലോകം ഞങ്ങൾക്ക് സമ്മാനിച്ച പ്രസന്റേഷന് നന്ദി. ഇത് ഞങ്ങളുടെ സമ്മാനം. പ്രസന്റേഷൻ ഇൻഫോടെക്. The biggest IT campus in Malabar. Presentation Infotech. An exclusive IT incubator. ISO 9001-2008 certified institute. Bilawal Tower, Calicut Road, Valancheri. Presentation Infotech. ഫർണിച്ചർ വിപണന രംഗത്ത് വിലക്കുറവിലൂടെ വിപ്ലവം സൃഷ്ടിച്ചവർ യുണൈറ്റഡ് ഫർണിച്ചർ, വളാഞ്ചേരി. നിങ്ങളുടെ ഫർണിച്ചർ ലോകം യുണൈറ്റഡ് ഫർണിച്ചർ, പെരിന്തൽമണ്ണ റോഡ്, വൈക്കത്തൂർ, വളാഞ്ചേരി. ജനഹൃദയങ്ങളിൽ മറക്കാനാവാത്ത നാമം തൗഫീഖ് ഗോൾഡ് സൂക്ക്, പാങ്ങ്, ചേണ്ടി. ഫോൺ 04933 242821. മൊബൈൽ 9447 516 308 9846 444423. വിശ്വാസ്യതയുടെ സ്വപ്നത്തിളക്കവും ശില്പചാതുര്യത്തിന്റെ സ്വർഗസങ്കല്പവുമായി ആധുനിക സാങ്കേതിക വിദ്യയാൽ ഇന്ത്യയിലും വിദേശത്തും നിർമ്മിതമായ വിവിധ തരം കമ്പനികളുടെ ഫർണിച്ചർ ശൃംഖല നിങ്ങളുടെ ബജറ്റിൽ ഒതുങ്ങുന്ന വിലയ്ക്ക്. യുവർ ചോയ്സ് ഓഫ് ഫർണിച്ചർ വേൾഡ്. ക്വാളിറ്റി ഗ്ലോബൽ ഫർണിച്ചർ, ക്വാളിറ്റി ഗ്ലോബൽ ടവർ, പെരിന്തൽമണ്ണ റോഡ്, വളാഞ്ചേരി. KP Travels and Tours ഹജ്ജ് ഉംറ ഗ്രൂപ്പ്, KP Travels and Tourism, KP ടവർ, കൂർക്കപ്പറമ്പ്, കൊപ്പം, നടുവട്ടം. വാർത്തകൾ തുടരുന്നു. വലിയ കുന്നിലെ മാവേലി സ്റ്റോർ പൂട്ടി. 3 വർഷം മുൻപ് ഇരുമ്പിളിയം ഗ്രാമപഞ്ചായത്തിൽ പ്രവർത്തനമാരംഭിച്ച മാവേലി സ്റ്റോറാണ് വാടക കരാർ സംബന്ധിച്ച പ്രശ്നത്തിലകപ്പെട്ട് പൂട്ടിയത്. വലിയ കുന്നിലെ മാവേലി സ്റ്റോർ പൂട്ടി. 3 വർഷം മുമ്പ് ഇരുമ്പിളിയം ഗ്രാമപഞ്ചായത്തിൽ പ്രവർത്തനം ആരംഭിച്ച മാവേലി സ്റ്റോറാണ് പൂട്ടിയത്. പഞ്ചായത്തിലെ സാധാരണക്കാരായ ജനങ്ങൾക്ക് ഏറെ ഉപകാരമായിരുന്ന സ്ഥാപനം കെട്ടിട ഉടമയുണ്ടാക്കിയ വാടക കരാർ സംബന്ധിച്ച തർക്കത്തെ തുടർന്നാണ് പ്രതിസന്ധിയിലായത്. നിശ്ചിത കാലാവധിക്ക് ശേഷം സിവിൽ സപ്ലൈസ് കോർപ്പറേഷനുമായി ഉണ്ടാക്കിയ കരാർ പുതുക്കാൻ അധികൃതർ തയ്യാറാകാത്തതാണ് മാവേലി സ്റ്റോറിന്റെ പ്രവർത്തനം നിലയ്ക്കാൻ ഇടയായത്. ജനന മരണ വിവാഹ സിവിൽ രജിസ്ട്രേഷനുകൾ കമ്പ്യൂട്ടർ ശൃംഖല വഴി ലോകത്തെവിടെ നിന്നും ലഭ്യമാകുന്ന ആദ്യത്തെ ജില്ലയാവുകയാണ് മലപ്പുറം. ഇനി മലപ്പുറത്തുകാർക്ക് ലോകത്തെവിടെ നിന്നും ജനന മരണ വിവാഹ സർട്ടിഫിക്കറ്റുകൾ ഡൗൺലോഡ് ചെയ്തെടുക്കാം. ലോകത്തെവിടെ നിന്നും ഇനി മലപ്പുറത്തുകാർക്ക് ജനന മരണ വിവാഹ സർട്ടിഫിക്കറ്റുകൾ ഡൗൺലോഡ് ചെയ്തെടുക്കാം. 1970 മുതൽ ഗ്രാമപഞ്ചായത്തുകളിൽ രജിസ്റ്റർ ചെയ്തവർക്കാണ് ഈ സൗകര്യം ലഭ്യമാകുന്നത്. ഇതോടെ ജനന മരണ വിവാഹ സിവിൽ രജിസ്ട്രേഷനുകൾ കമ്പ്യൂട്ടർ ശൃംഖല വഴി ലോകത്തെവിടെ നിന്നും ലഭ്യമാകുന്ന ആദ്യ ജില്ലയാവുകയാണ് മലപ്പുറം. സർട്ടിഫിക്കറ്റുകൾ കിട്ടാൻ വേണ്ടി പലതവണ ഓഫീസുകൾ കയറിയിറങ്ങേണ്ട അവസ്ഥ ഇതോടെ അവസാനിക്കുകയാണ്. എത്ര തവണ വേണമെങ്കിലും സർട്ടിഫിക്കറ്റുകളുടെ പകർപ്പെടുക്കാം. ഈ സർട്ടിഫിക്കറ്റുകൾ ആധികാരിക രേഖയായി സർക്കാർ അംഗീകരിച്ചിട്ടുണ്ട്. സംസ്ഥാനത്തു തന്നെ ഏറ്റവും കൂടുതൽ പഞ്ചായത്തുകളുള്ള മലപ്പുറത്താണ് കൂടുതൽ മരണങ്ങളും ജനനങ്ങളും വിവാഹങ്ങളും നടക്കുന്നത്. ഏകദേശം 25 ലക്ഷത്തോളം വിവരങ്ങളാണ് 6 മാസത്തിനുള്ളിൽ ഡിജിറ്റലൈസ് ചെയ്തത്. ഇതിൽ 19 ലക്ഷത്തോളം ജനനങ്ങളുടെയും 4.5 ലക്ഷത്തോളം മരണങ്ങളുടെയും വിവരങ്ങൾ പഞ്ചായത്തുകൾ കമ്പ്യൂട്ടറിൽ ശേഖരിച്ചിട്ടുണ്ട്. ഇൻഫർമേഷൻ കേരള മിഷന്റെ സാങ്കേതിക സഹായത്തോടെയാണ് ഡിജിറ്റലൈസേഷൻ നടത്തിയത്. ജനന മരണ വിവാഹങ്ങൾ നടക്കുന്നത് ഏത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന്റെ പരിധിയിലാണ് അവിടെയാണ് ഇവ രജിസ്റ്റർ ചെയ്യുന്നത്. ജനനമരണങ്ങൾ 21 ദിവസത്തിനകം, പൊതുവിവാഹം 45 ദിവസത്തിനകം രജിസ്റ്റർ ചെയ്യണം. ഇതിനുശേഷം അധികാരികളുടെ അനുമതി വാങ്ങി രജിസ്റ്റർ ചെയ്താൽ ഈ സേവനം ലഭിക്കും. ഡിജിറ്റലൈസ് ചെയ്യുന്നതോടെ സർട്ടിഫിക്കറ്റിൽ പിഴവുകൾ വരുന്നതിന് പരിഹാരമാവുകയാണ്. മങ്കട ബ്ലോക്ക് പഞ്ചായത്ത് കേരളോത്സവത്തിൽ കലാകായിക മത്സരങ്ങളിൽ 205 പോയിന്റോടെ കൂട്ടിലങ്ങാടി ഗ്രാമപഞ്ചായത്ത് ഓവറോൾ കിരീടം സ്വന്തമാക്കി. 98 പോയിന്റ് നേടിയ മൂർക്കനാട് പഞ്ചായത്തിനാണ് 2ാം സ്ഥാനം. മങ്കട പള്ളിപ്പുറം ഗവൺമെന്റ് HSSൽ 2 ദിവസങ്ങളിലായാണ് പരിപാടികൾ നടന്നത്. സമാപന സമ്മേളനത്തിൽ മങ്കട ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് P. ഉസ്മാൻ സമ്മാനദാനം നിർവഹിച്ചു. കൂട്ടിലങ്ങാടി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് AK അഫ്സത്ത് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ബ്ലോക്ക് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ CH മുഹമ്മദ് അലി, UK അബൂബക്കർ, നസീറമോൾ പാലപ്ര, BDOA ഗോവിന്ദരാജ് എന്നിവർ സംസാരിച്ചു. ജില്ലയിലെ ജനസമ്പർക്ക പരിപാടിയിൽ പരിഗണിക്കുന്നതിന് നേരത്തെ പരാതി നൽകുവാൻ കഴിയാത്തവർക്ക്
നവംബർ 4-ന് മുഖ്യമന്ത്രിക്ക് നേരിട്ട് പരാതി നൽകാം. മറ്ററിയിപ്പുകൾ ഈ മാസം 24 മുതൽ അയച്ചു തുടങ്ങുമെന്ന് ജില്ലാ കളക്ടർ കെ ബിജു അറിയിച്ചു. മലപ്പുറം ജില്ലയിലെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ജനസമ്പർക്ക പരിപാടിയിൽ പരിഗണിക്കുന്നതിന് നേരത്തെ പരാതി നൽകാൻ കഴിയാതിരുന്നവർക്ക് നവംബർ 4-ന് ഉച്ചയ്ക്ക് മുഖ്യമന്ത്രിക്ക് നേരിട്ട് പരാതി നൽകാം. നേരത്തെ കളക്ടറേറ്റ്, താലൂക്ക് ഓഫീസുകൾ, അക്ഷയ എന്നിവ മുഖേന ലഭിച്ച അപേക്ഷകളിൽ നിന്ന് 24-ന് സ്ക്രീനിംഗ് കമ്മിറ്റി തിരഞ്ഞെടുക്കുന്നവ നവംബർ 4-ന് രാവിലെ 9 മുതൽ മുഖ്യമന്ത്രി പരിശോധിക്കും. രാവിലെ എത്തേണ്ടവർക്കുള്ള അറിയിപ്പുകൾ 24-ന് ശേഷം അയക്കാൻ തുടങ്ങുമെന്ന് ജില്ലാ കളക്ടർ കെ ബിജു അറിയിച്ചു. മുൻകൂട്ടി പരാതി നൽകാത്തവർക്ക് ഉച്ചയ്ക്ക് 1-നും 2-നും ഇടയിൽ മുഖ്യമന്ത്രിക്ക് നേരിട്ട് അപേക്ഷ നൽകാം. എന്നാൽ പുതുതായി ലഭിക്കുന്ന അപേക്ഷകളിൽ അന്നേ ദിവസം തീരുമാനമുണ്ടാവില്ല. തീരുമാനം പിന്നീട് അപേക്ഷകനെ അറിയിക്കും. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. VCV പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് Your choice of furniture world. Quality Global Furniture. Quality Global Tower, പെരിന്തൽമണ്ണ റോഡ്, വളാഞ്ചേരി. റോയൽ ട്രാവൽസ്, പെരിന്തൽമണ്ണ റോഡ്, വളാഞ്ചേരി. ഫോൺ 0494 326 2215 9142 078312 9495 511277. കണ്ണൂരിൽ മുഖ്യമന്ത്രിക്ക് നേരെയുണ്ടായ അക്രമ സംഭവങ്ങളിൽ പ്രതിഷേധിച്ച് വളാഞ്ചേരിയിൽ UDF പ്രവർത്തകർ പ്രതിഷേധ പ്രകടനം നടത്തി. ദുരൂഹ സാഹചര്യത്തിൽ മധ്യവയസ്കയെ കിണറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. പട്ടാമ്പിക്കടുത്ത് ഓങ്ങല്ലൂരിലാണ് സംഭവം. തൃശൂർ സ്വദേശിനി ശാരദ എന്ന സ്ത്രീയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. വലിയകുന്നിലെ മാവേലി സ്റ്റോർ പൂട്ടി. 3 വർഷം മുൻപ് ഇരുമ്പിളിയം ഗ്രാമപഞ്ചായത്തിൽ പ്രവർത്തനം ആരംഭിച്ച മാവേലി സ്റ്റോറാണ് വാടക കരാർ സംബന്ധിച്ച പ്രശ്നത്തിലകപ്പെട്ട് പൂട്ടിയത്. പട്ടാമ്പി ടൗണിൽ 1 മാസത്തിനകം സമ്പൂർണ്ണ ട്രാഫിക് പരിഷ്കരണം നടപ്പാക്കും. തിങ്കളാഴ്ച ചേർന്ന ട്രാഫിക് സബ് കമ്മിറ്റി യോഗത്തിലാണ് ഇതു സംബന്ധിച്ച തീരുമാനമുണ്ടായത്. ഇതോടെ വാർത്തകൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.